നമസ്കാരം മക്കളെ, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ആപ്ലിക്കേഷൻ 28-ാം തീയതി വരെ, അതായത് ഈ ഏപ്രിൽ മാസം 28-ാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ധൃതി പിടിച്ച് അപ്ലൈ ചെയ്യുന്ന സമയമായിരിക്കും മക്കളെ. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കുറേ അധികം സംശയങ്ങൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, EWS സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊടുക്കേണ്ടത്, നിർബന്ധമായും കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കുറേ അധികം കാര്യങ്ങൾ. അതായത് ഫോട്ടോ സബ്മിറ്റ് ചെയ്യുമ്പോൾ, സിഗ്നേച്ചർ സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഫീ പേയ്മെന്റ് ചെയ്യുമ്പോൾ, അങ്ങനെ കുറെ അധികം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ വീഡിയോ അതിന് നിങ്ങളെ സഹായിക്കും. ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് അടിപൊളിയായി മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കരുത്. കാരണം എന്താണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷ എഴുതി കഴിഞ്ഞാലും ഒരു പക്ഷേ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം എന്താ, തെറ്റുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ ട്യൂട്ടോറിയൽ മുഴുവൻ കണ്ട് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതായത് ദേവസ്വം ബോർഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ദേവസ്വം ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കേരള ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആയിട്ട് വരുന്നു. കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ്. ഈ ഒരു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന സൈറ്റ് കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ ഒരു സൈറ്റ് എടുക്കുക. ദെൻ അതിനുശേഷം അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു റെഡ് കളറിലാണ് ഇപ്പോഴേ കാണാൻ സാധിക്കുക. ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും. ഈ ഇന്റർഫേസിൽ നിങ്ങൾ ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് പഠിച്ചാൽ മതി. യൂസർ ഐ ഡി ആയിട്ട് മെയിൽ ഐ ഡിയും പാസ്വേഡ് എന്താണ് കൊടുത്തത് അതും നമ്മുടെ ക്യാപ്ചയും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ പച്ച കളറിൽ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതേപോലൊരു ഫീൽഡിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാറിലുള്ള പേരെന്താണോ, ആ പേര് അതേപോലെ തെറ്റൊന്നും വരാതെ ആധാറിലുള്ള പേര് അതേപോലെ തന്നെ കൊടുക്കാം. അതിനുശേഷം ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറിലുള്ള പേര്, ആധാർ നമ്പർ. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. ടിക്ക് മാർക്ക് ഓൾറെഡി കാണും. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കാം. അങ്ങനെ പ്രൊസീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലൊരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. അവിടെ ഇമെയിൽ ഐ ഡി കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രോസസ്സൊക്കെ ചെയ്യേണ്ടി വരുന്ന മൊബൈൽ ഫോണിന്റെ നമ്പർ അവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ പേരോ അറ്റൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു അപ്പർ കേസ് ഉണ്ടാകണം. ദെൻ എ എന്നാണെങ്കിൽ അപ്പർ കേസ് ഉണ്ടാകണം. ദെൻ അതിനുശേഷം ആകെ 8 ലെറ്റേഴ്സ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു അപ്പർ കേസ്, ഒരു മിനിമം ലോവർ കേസ് എങ്കിലും ഉണ്ടാവണം. ദെൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. ദെൻ ഒരു മിനിമം നമ്പർ എങ്കിലും ഉണ്ടാകണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ആപ്ലിക്കേഷന്റെ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യണം. അതേ പാസ്വേഡ് തന്നെ വീണ്ടും കൺഫേം ചെയ്യാനായിട്ട് താഴെ കൊടുക്കുക. ദെൻ അതിന് താഴെയുള്ള ക്യാപ്ച, എൻ്റർ ക്യാപ്ച കൊടുക്കുക. ദെൻ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ വേഗത്തിൽ പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തേക്കാം, കൊടുത്തേക്കാം. അപ്പോൾ അത് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. ക്യാപ്ചയും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മൊബൈൽ വെരിഫിക്കേഷൻ വരുന്നു. അവിടെ വെരിഫൈ ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു ടേബിൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു OTP എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു ഗ്രീൻ ടിക്കോട് കൂടി സൈഡിൽ എന്ത് ചെയ്യുന്നു, അത് മാർക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കി. ദെൻ താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ നമ്മുടെ ലോഗിൻ ബട്ടണിലേക്ക് പോവുകയാണ്. ഇത്ര മാത്രമേ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായിട്ട് ചെയ്യേണ്ടതുള്ളൂ. വേറെ ഒരു കാര്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൺ ടൈം രജിസ്ട്രേഷൻ എന്ത് ചെയ്യേണ്ടത്, പൂർത്തിയാക്കാനായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം പാസ്വേഡ് എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ക്യാപ്ച, ഈ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ദെൻ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ സൈൻ ഇൻ ആവും. അതിനകത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു OTP എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക്, ഏതാണോ നമ്മുടെ മൊബൈൽ നമ്പർ, ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് എന്ത് പോകും, ഒരു OTP പോകും. ഒരു 4 ഡിജിറ്റ് ഉള്ള ഒരു OTP ആണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് വെരിഫൈ OTP കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രൊഫൈലിലേക്ക് എൻട്രി ആണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പ്രൊഫൈലിലെ പേരും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ ആണ്, സെറ്റ് ആണ്. തന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ഓരോന്നായിട്ട് വായിച്ചു നോക്കുക. ആദ്യം പറഞ്ഞിട്ടുണ്ട് മൈ പ്രൊഫൈൽ മൊഴിയിൽ പ്രൊഫൈൽ എൻട്രി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനുശേഷം ഫോട്ടോ കൊടുക്കുക, അതേപോലെ തന്നെ സിഗ്നേച്ചർ കൊടുക്കുക, അതിൻ്റെ പിക്സലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ PDF നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ല എങ്കിലും, അതായത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ല എങ്കിലും പിന്നീട് നിങ്ങൾ എക്സാമിനേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് അപ്ലോഡ് ചെയ്താലും മതി. അങ്ങനെയാണ് നമ്മൾ KDRDയിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞു. നമ്മളവിടെ പോയിരുന്നു, അവിടെ പോയി നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞ കാര്യം അങ്ങനെയാണ്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് ഇക്വലൻസി ഇല്ല, ഇപ്പൊ 7th പാസ്സാണ് നിങ്ങളെങ്കിൽ അവിടെ 7th ഇക്വലൻസി കാണിക്കാൻ വേണ്ടി 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, SSLCയുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ SSLCയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ട ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളും ഞാൻ അവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, അതേപോലെ സർവീസിൽ നിങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡ് സർവീസിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, ദെൻ ജനറൽ സർട്ടിഫിക്കറ്റ്, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് എടുത്തു വെച്ചിരിക്കണം. അതൊക്കെ എന്താണെന്ന് ഞാൻ മുന്നോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ദെൻ അതിനുശേഷം ഇവിടെ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെ? ഈ മോളിൽ മൈ പ്രൊഫൈൽ എന്ന് കാണാനായിട്ട് കഴിയും. ഈ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബട്ടൺ വരുന്നു. ഇവിടെ പ്രൊഫൈൽ എൻട്രി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പ്രൊഫൈൽ എൻട്രി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ്? ആദ്യം ഇവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പേര് ഇവിടെ കാണും. നിങ്ങളുടെ പേര്, അതായത് എന്താണോ ഒറിജിനൽ ആയിട്ട് നിങ്ങൾ ആധാർ നമ്പറിൽ എൻ്റർ ചെയ്ത പേര് അതവിടെ കാണും. ദെൻ ആ പേരിന് മലയാളം, അത് മലയാളത്തിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വാട്സപ്പിലൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമല്ലോ, മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് ആ ടൈപ്പ് ചെയ്ത സാധനം കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, അതായത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ടൈപ്പ് ആകാതിരുന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ വാട്സപ്പിൽ കൊണ്ടുവന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അവിടെ സ്തംഭിച്ചൊന്നും നിൽക്കേണ്ട. വാട്സപ്പിൽ പോയിട്ട് പേര്, ഇപ്പം എന്താണ് പേര്, ഇപ്പം ജോബിൻ എന്നാണ് പേരെങ്കിൽ നിങ്ങൾ ജോബിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്താണ് പേര്, ആ പേര് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ആയിട്ട് കിട്ടും, അത് അവിടെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി, ആ ഒരു പ്രശ്നം പരിഹരിക്കാം. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ, നിങ്ങൾ ഫീമെയിൽ ആണ് മെയിൽ ആണ് എന്നുള്ള ജെൻഡർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വേർഡ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിരിക്കും. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ദെൻ നിങ്ങൾ ഇന്ത്യൻ ആണ് എന്നുള്ളത് വരും. അതിനുശേഷം രക്ഷകർത്താവിൻ്റെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ രക്ഷകർത്താവിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ബന്ധം, ഫാദർ അല്ലെങ്കിൽ മദർ എന്നുള്ളത് എൻ്റർ ചെയ്യുക. ദെൻ മൊബൈൽ നമ്പർ, ആ വ്യക്തിയുടെ മൊബൈൽ നമ്പർ, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ ഒരു ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. എത്രയാണ് ആധാർ നമ്പർ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ദെൻ നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അവിടെ SC ആണോ അല്ലെങ്കിൽ ST ആണോ അല്ലെങ്കിൽ ജനറൽ ആണോ അല്ലെങ്കിൽ ജനറൽ EWS ആണോ എന്നൊരു ബട്ടൺ കാണും. അതിൽ ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾക്ക് EWS കിട്ടാനാണ്, EWS എന്താണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പം നിങ്ങൾ EWS കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ എന്ന് പറയുന്ന കാറ്റഗറി കൊടുക്കുക. SC ആണെങ്കിൽ SC കാറ്റഗറി കൊടുക്കുക. ഏതാണോ ആ ഒരു കാറ്റഗറി നിങ്ങൾ കൊടുക്കുക. ദെൻ മതം ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മതം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മതം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദെൻ ഇവിടെ ജാതി, അത് നായരാണോ അല്ലെങ്കിൽ നായർ കുറുപ്പാണോ, അങ്ങനെ ഏതാണോ ഹിന്ദു മതത്തിൽ പെടുന്ന കാറ്റഗറി, ആ ഒരു കാറ്റഗറി, ആ ഒരു ജാതി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് സംവരണ ആനുകൂല്യത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിക്കും. അതായത് ജനറൽ കാറ്റഗറി ആണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് സംവരണ ആനുകൂല്യത്തിന് അർഹതയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നോ എന്നായിരിക്കും വരിക. ദെൻ നിങ്ങൾ EWS ആണ് കൊടുക്കുന്നത്, SC ആണ് കൊടുക്കുന്നത്, ST ആണ് കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെ S എന്ന് പറയുന്നതായിരിക്കും നമുക്ക് വരിക. നമ്മൾ എന്ത് കൊടുത്താലും അവിടെ S എന്നായിരിക്കും വരിക. കാരണം എന്താണ്, നമുക്ക് സംവരണം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം 10% റിസർവേഷൻ EWSനുണ്ട്, SCക്കും STക്കും ഒക്കെ സംവരണമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംവരണ ആനുകൂല്യം നമുക്ക് കിട്ടും. അത് S എന്നായിരിക്കും അവിടെ. EWS ആണ് കൊടുക്കുന്നതെങ്കിൽ വരിക. ജനറൽ ആണെങ്കിൽ ഇവിടെ നോ ആയിരിക്കും വരിക. ദെൻ നിങ്ങൾ ഏതെങ്കിലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്നു എന്ന് ചോദിക്കും. അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ S എന്ന് കൊടുക്കുക, അല്ല എങ്കിൽ അവിടെ നോ എന്ന് കൊടുക്കുക. ദെൻ അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ദെൻ നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ അവിടെ അങ്ങനെ കൊടുക്കാം. ദെൻ ഇതിനു മുൻപ് നിങ്ങൾക്ക് ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്ന് കൊടുക്കാം. അവിടെ ഡിസബിലിറ്റി S എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ, നോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ. ഡിസബിലിറ്റി S എന്നാണ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ആ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നീട് കാണിക്കേണ്ടതായിട്ട് വരും. LDCക്ക് നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന ഡിസേബിൾഡ് ആണെങ്കിൽ എന്ത് കിട്ടും,
സംവരണം കിട്ടും. എന്നാൽ ബാക്കിയുള്ള പോസ്റ്റുകൾക്ക് നിലവിൽ എന്തില്ല, സംവരണമില്ല. ആ സംവരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി KDRD എന്ത് ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡിന്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിന് റിപ്ലൈ വന്ന് അവർ ആ ആനുകൂല്യം കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ ബാക്കിയുള്ളതിന് കിട്ടും, ഇല്ല എങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ളതിന് ബാക്കിയുള്ളതിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സംവരണത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ദെൻ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ അവിടെ വരും. ദെൻ അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുന്ന ഭാഗമാണ്. അതായത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഇവിടെ ഓരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക. ദെൻ ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഭാഗം കഴിയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. സംശയങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് വിചാരിക്കുന്നു. ദെൻ അതിനുശേഷം ഇങ്ങനെ ഒരു ബട്ടൺ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ ആധാറിലെ നെയിം, കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു നമ്പറൊക്കെ നിങ്ങളൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്നുള്ളത്, കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുക, കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ, ഈ മഞ്ഞ കളറിൽ കാണുന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബട്ടണിലേക്കാണ് പോവുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോട്ടോയും അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും സെറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോട്ടോ, നിങ്ങൾ എടുത്ത ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോയുടെ താഴെ നിങ്ങളുടെ പേരുണ്ടാവണം. ഇപ്പം എന്താണ് ABCD എന്നുള്ള പേരുണ്ടാവണം. അതിന് താഴെ എന്നാണോ ഫോട്ടോ എടുത്തത് ആ ഡേറ്റ് ഉണ്ടാവണം. ഫോട്ടോ എടുത്ത ഡേറ്റ് മക്കളെ 3 മാസം, അതായത് ഇന്ന് തൊട്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന തൊട്ട് 3 മാസം വരെ ബാക്കിലുള്ള ഫോട്ടോയാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയുടെ താഴെ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ആ ഫോട്ടോയുടെ പേരിന് താഴെയായിട്ട് എന്നാണ് ഈ ഫോട്ടോ എടുത്തത് എന്നുള്ളതിൻ്റെ ഡേറ്റ് കൂടി നിങ്ങൾ കൊടുത്തിരിക്കണം. അതായത് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, the name of the candidate and the date of the photograph was taken should be printed at the bottom. അതായത് ആരാണോ പേരും കൊടുത്തിരിക്കണം, ആ ഡേറ്റും കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. അത് 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയും ആയിരിക്കണം എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 മാസത്തിനകത്തെടുത്ത ഡേറ്റ് ഫോട്ടോയും ആയിരിക്കണം. ആ ഡേറ്റ് അങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഇനി അതിൻ്റെ സൈസ് എത്രയാണെന്ന് പറയുന്നുണ്ട്. 150 വിഡ്ത്തും, അതായത് പിക്സലാണ് 150 വിഡ്ത്തും 200 ഹൈറ്റുമാണ് വരേണ്ടത്. 150 വിഡ്ത്തും 200 ഹൈറ്റുമാണ് വരേണ്ടത്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇപ്പോഴേ നമ്മുടെ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് റീസൈസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വെബ്സൈറ്റുകൾ ഓപ്പൺ ആയിട്ട് വരും. ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് തിരുത്തി എടുക്കാനായിട്ട് പറ്റും. ഫോട്ടോഷോപ്പ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ താഴെ പേരും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോവുക, ഫോട്ടോയുടെ താഴെ ഇങ്ങനെയൊന്ന് ആക്കി തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാക്കി തരും. അപ്പോൾ അത് കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തൊരു സ്കാൻഡ് കോപ്പി കൂടി വാങ്ങിക്കാം. അതായത് ഫോട്ടോഗ്രാഫ് തരുന്ന സ്റ്റുഡിയോയിൽ തന്നെ ഒരു സ്കാൻഡ് കോപ്പി കൂടി വാങ്ങിക്കാം. അതിൻ്റെ സൈസ് 150 വിഡ്ത്തും അതേപോലെ തന്നെ 200 ഹൈറ്റും ആക്കാം. അതിന് എന്ത് ചെയ്താൽ മതി, അവരോട് തന്നെ പറഞ്ഞാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ റീസൈസ് JPG എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 30 KB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ്. ആ JPG ഫോർമാറ്റിന്റെ സൈസ് 30 KB താഴെ ആയിരിക്കണം. ഇനി അത് JPG എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കണം എടുക്കേണ്ടത്. വേറെ ഒരു ഫോർമാറ്റും പറ്റില്ല, JPG ഫോർമാറ്റിലാണ് കിട്ടേണ്ടത്. അങ്ങനെ ഒരു ഫയൽ ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്നിടത്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് അത് ചൂസ് ചെയ്യുക. ദെൻ അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഫോട്ടോ എന്ത് ചെയ്യും, അപ്ലോഡ് ആകും. അതിനുശേഷം നിങ്ങൾ സിഗ്നേച്ചറിലേക്ക് വരിക. നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട്, ആ ഒരു സിഗ്നേച്ചറിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന JPG സൈസ് അഡ്ജസ്റ്ററിൽ പോവുക. അതും നിങ്ങൾ JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് 150 വിഡ്ത്തും 100 ഹൈറ്റുമാണ്. മറ്റേത് 150 200 ആണെങ്കിൽ ഇവിടെ 150 100 കേട്ടോ. 150 വിഡ്ത്തും 100 ഹൈറ്റുമാണ് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്. ദെൻ 30 KB താഴെ തന്നെയാണ് എന്തുണ്ടാവേണ്ടത്, ഫയലിൻ്റെ സൈസും ഉണ്ടാവേണ്ടത്. അതിനുശേഷം ഇവിടെ ചൂസ് ഫയൽ കൊടുക്കുക, അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക. ഇതോടുകൂടി നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ആകും. ഈ ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഫയൽ എന്ത് ചെയ്തില്ല, അപ്ലോഡ് ആവില്ല എന്നുകൂടി എന്ത് ചെയ്തേക്കാം, ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യത്തോടു കൂടി നമ്മുടെ പേഴ്സണൽ എന്ന് പറയുന്ന ഭാഗം ക്ലിയർ ചെയ്യും. അതിനുശേഷം നിങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ SSLC ആണെങ്കിൽ SSLC, അല്ല +2 ആണെങ്കിൽ +2, അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യുക, +2 അല്ലെങ്കിൽ SSLC എന്നുള്ളത് എൻ്റർ ചെയ്യുക. ദെൻ അതിനുശേഷം ഇവിടെ കോഴ്സിൻ്റെ ടൈപ്പ് റെഗുലർ ആയിരുന്നോ പ്രൈവറ്റ് ആയിരുന്നോ അങ്ങനെയുള്ള റെഗുലർ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദെൻ അതിലെ സബ്ജക്റ്റ് ഇപ്പോൾ +2 ആയിരുന്നെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യണം. ഇനി SLC ആണെങ്കിൽ ജനറൽ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം.
അതിനുശേഷം ഇവിടെ ഇഷ്യൂയിങ് അതോറിറ്റി കേരള എഡ്യൂക്കേഷൻ ബോർഡാണ്, അത് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക. അതിനുശേഷം മന്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗും മന്തും ആ ഒരു സർട്ടിഫിക്കറ്റിൽ കാണും. അതിനുശേഷം ഏത് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അത് കൊടുക്കുക. ഇവിടെ പെർസെൻറ്റേജും ഇവിടെ ഗ്രേഡ് ഏതാണെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് ശതമാനം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് തത്തുല്യമായിട്ട് വരുന്ന ഗ്രേഡ് കൂടി എന്ത് ചെയ്യാം അവിടെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഫയൽ കൊടുക്കാം. വേണമെങ്കിൽ ഈ ചൂസ് ഫയൽ കൊടുത്താൽ മതി, നിർബന്ധമല്ല, മാൻഡേറ്ററി അല്ല. പിന്നീട് എന്ത് ചെയ്താൽ മതി, അപ്ലോഡ് ചെയ്താലും മതി. ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 1 MB താഴെ ആയിരിക്കണമെന്ന് മാത്രം, 1 MB താഴെ മാത്രം സൈസ് ആയിരിക്കണമെന്ന് മാത്രം. അങ്ങനെ ഒരു PDF 1 MB വരെയുള്ള ആ ഒരു PDF അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് SLC കഴിഞ്ഞിട്ട് +2 ആഡ് ചെയ്യണം, SLC ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഗ്രി ആഡ് ചെയ്യണം, എന്ത് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഫീൽഡ് ആഡ് ചെയ്യാം. ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ എന്ത് ചെയ്യുന്നു, ഇത് സബ്മിറ്റ് കൊടുത്ത് കഴിയുമ്പോൾ വരും. അപ്പം നമുക്ക് അവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് കൊടുക്കാം. ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സർവീസിലുള്ള ആളാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ആ സർവീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ആ ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കുറേ ആളുകൾക്ക് സംശയമുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. അവിടെ ഏജ്, അതേപോലെ തന്നെ നമ്മുടെ EWS ആണെങ്കിൽ EWS, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫയൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഫയൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഏജ് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് SSLC ആഡ് ചെയ്ത് കൊടുക്കാം. EWS ഉണ്ട് എങ്കിൽ EWS നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ EWS അപ്പോൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ KDRDയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ EWS ആഡ് ചെയ്യാനായിട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്താൽ മതി, ആ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് ആഡ് ചെയ്താൽ മതി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല. അത് പിന്നീട് ആഡ് ചെയ്താൽ മതി എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്ലൈ ചെയ്യുന്നത് ഇനി നോട്ടിഫിക്കേഷൻ എടുത്ത് അപ്ലൈ ചെയ്യാം, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് കൂടി പറയുന്നുണ്ട്. കയ്യിലുണ്ട് എങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തേക്കുക. SSLC എന്ത് ചെയ്യാം, ഏജന്റ് അവിടെ ആഡ് ചെയ്യാം. EWS സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ആഡ് ചെയ്താൽ മതി, പ്രശ്നമില്ല. ഓക്കെ അല്ലേടാ? അങ്ങനെ അത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഭാഗത്ത്, അതായത് പ്രൊഫൈൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പ്രൊഫൈൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നിങ്ങളിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൊഫൈൽ പ്രിവ്യൂ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവ അവിടെ കാണിക്കും. അതിനുശേഷം അവിടെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കും. ആ മുഴുവൻ ഡീറ്റെയിൽസും കൃത്യമായിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാം. ഇല്ല എങ്കിൽ, തെറ്റൊന്നുമില്ല എങ്കിൽ സൈഡിൽ തന്നെ നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻസ് ലിസ്റ്റ് എടുക്കാം. ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ മുഴുവൻ നോട്ടിഫിക്കേഷൻസും, അതായത് 38 നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ ഏതാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. റൂം ബോയ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. ഇവിടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യാം, നമുക്ക് ക്ലിക്ക് ചെയ്യാം. അവിടെ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്ക് എലിജിബിലിറ്റി നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിക്കേഷൻ വരും. റിക്രൂട്ട്മെന്റ് ബോർഡ് പറയുകയാണ്, പ്ലീസ് എൻഷുർ യു ആർ കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. വൺസ് യു പ്രൊസീഡ് വിത്ത് സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു എഡിറ്റ് യുവർ പ്രൊഫൈൽ. ആർ യു ഷുവർ വാട്ട് യു കണ്ടിന്യൂ, അതായത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂ കൊടുക്കുക. അവിടെ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മുടെ EWS മറ്റു കാര്യങ്ങളും ഒക്കെ പിന്നീട് അപ്ലോഡ് ചെയ്താൽ മതി. അതായത് പ്രൊഫൈൽ ക്രിയേഷൻ ഒക്കെ ശേഷം പിന്നീട് അപ്ലോഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് KDRDയുടെ വെബ്സൈറ്റ്, നമ്മുടെ ആ ഒരു ഓഫീസിൽ പോയതിനു ശേഷം നമുക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഓക്കെ കൊടുക്കാം. അങ്ങനെ ഓക്കെ കൊടുത്തതിന് ശേഷം എന്താണ് വരിക, അപ്ലൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ആ അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ മേളിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് മലയാളം, കന്നഡ, തമിഴ് എന്നിങ്ങനെ 3 ലാംഗ്വേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ ഈ സ്ഥാനത്തിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അർഹരാണോ, അവിടെ എസ് കൊടുക്കാം. നിങ്ങൾക്ക് കോടതി ലക്ഷ്യം വല്ലതും കിട്ടിയിട്ടുണ്ടോ, ഇല്ല, അവിടെ നോ കൊടുക്കാം. അതേപോലെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടോ, നോ കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ DBAR നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇതുണ്ടെങ്കിൽ എസ് കൊടുക്കാം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ നോ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതിനുശേഷം താഴെ ഈ ഒരു പോസ്റ്റിലേക്ക് മസ്റ്റ് ഹാവ് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്നുണ്ട്. അവിടെ എസ് കൊടുക്കുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്നുള്ളത് കൊടുക്കുക. വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് എന്ന് കൊടുക്കുക. ഇനി എന്തെങ്കിലും റിമാർക്സ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, BSc IT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് DCA കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളോട് ചോദിക്കും, ഒന്നുകൂടി നമ്മളെ കൺഫർമേഷൻ ചോദിക്കും. ആർ യു ഷുവർ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണല്ലോ മോഡിഫൈ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തതെന്ന് ചോദിക്കും. അതിന് നിങ്ങൾ അവിടെ യെസ് സബ്മിറ്റ് ഇറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു,
നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഏകദേശം ഭാഗങ്ങൾ പൂർത്തിയാക്കി വീണ്ടും നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ തന്നെ കാര്യങ്ങൾ ചോദിക്കും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ PSCയിലൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയിൽ എന്താണോ പേര്, ആ ഒരു പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോട്ടോയിലുള്ള ഡേറ്റ് എത്രയാണോ ആ ഡേറ്റും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബട്ടണിലെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടൺ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യുക. അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങളൊരു വിൻഡോയിലേക്ക് വരും. ആ ഒരു വിൻഡോയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊടുത്ത കാര്യങ്ങൾ, ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് വായിച്ച് നോക്കാം. അതിനുശേഷം എന്താ ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ടിക്ക് മാർക്കും കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ സേവ് ആകും. ആർ യു ഷുവർ എന്നൊരു ഇൻഡിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ യെസ് സബ്മിറ്റ് ഇറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ സേവ് ആയിട്ട് വരും. അതിനുശേഷം താഴെ പ്രൊസീഡ് ടു പേ, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. 500 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ആ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രൊസീഡ് ടു പേ എന്ന് വരും. ഇവിടെ ഓരോ പോസ്റ്റിനും നിങ്ങൾ ഓരോ നോട്ടിഫിക്കേഷൻ എടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. അവിടെ 500 രൂപ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ടിക്ക് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് പോർട്ടലിലേക്ക് പോകും. അവിടെ നിങ്ങൾ UPI ആണെങ്കിൽ UPI എടുക്കുക. ഇവിടെ ഷോ QR കോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ QR കോഡ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ല ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പേയ്മെൻറ്റും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ നേരെ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത്, അതായത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായി, ആ ഒരു പ്രൊസീജിയർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ട, പിന്നീട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട. ഇനി എങ്ങനെയാണ് റൂം ബോയ് പോലെയുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം റൂം ബോയ്, സാനിറ്റേഷൻ വർക്കർ പോലെയുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് LD ക്ലർക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് മനസ്സിലായിട്ടുണ്ട്, ഓക്കെ ആണ്, യാതൊരുവിധ സംശയവും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അല്ലടാ, പക്കയാണ്. ഇനിയും നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകാനായിട്ടൊരു ബാച്ച്, അതായത് LDC ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 7-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി അധികം സമയമില്ല. അതായത് 2-3 ദിവസത്തോടു കൂടി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും LDC ബാച്ച്. ഈ ഒരു LDC ബാച്ചിന്റെ പ്രത്യേകത 250+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ കാണും. ദെൻ 50+ അവേഴ്സിന്റെ ലൈവ് സെഷനുകൾ കാണും. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അധ്യാപകർ നിങ്ങളുടെ കൂടെ നിന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ നിങ്ങൾക്ക് തരും. അതേപോലെ തന്നെ KDRBയുടെ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചുകൊണ്ടുള്ള പരിശീലനം കാണും. ടെസ്റ്റ് സീരീസുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. മെന്റർഷിപ്പ് കാണും. അമൽ സാറിന് നേരത്തുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും. അതേപോലെ തന്നെ PDF നോട്ടുകൾ, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്നിടത്തുള്ള PDF നോട്ടുകൾ കാണും. ലൈവ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന LDC ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിന്റെ ഫീസ് 3200 രൂപ മാത്രമാണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. എല്ലാ കാര്യങ്ങളും, ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് തന്നെ ബന്ധപ്പെട്ടാൽ മതി. ആ സംശയങ്ങൾ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഓക്കെ അല്ലടാ? അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു കാരണവശാലും തെറ്റിപ്പോകരുത്. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ദെൻ അടുത്ത റൂം ബോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നതായിരിക്കും. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 8281 ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.